എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, ദെൻ നമ്മുടെ ഇന്ത്യനിലെ നമ്മുടെ ഈ പറയുന്ന ഇൻഡെക്സുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, മറ്റു ബാങ്കുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് ഇപ്പോഴത്തെ അനാലിസിസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റോക്കുകളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. ഞാൻ പേഴ്സണലി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന സ്റ്റോക്കിൽ ഒരു സ്റ്റോക്കാണ് കോൾഗേറ്റ് പാമോലിവ് എന്ന് പറയുന്ന സ്റ്റോക്ക്. സോ അത് ഇന്നലത്തോടു കൂടി അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തു, വീണ്ടും ബുള്ളിഷ് റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോൽപാൽ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ബാക്കി ഞാനിപ്പോൾ ഒരു ചെറിയൊരു എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ ഒരു 80% 85% ബുക്ക് ചെയ്ത് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യും. ബാക്കി ഒരു 10 to 15% അല്ലെങ്കിൽ 20% ഞാനത് റാലി കണ്ടിന്യൂ ആവുന്നവരെ പോകട്ടെ എന്ന് പറഞ്ഞ് റാലി നോക്കാറുണ്ട്. സോ അങ്ങനെ റാലി കണ്ടിന്യൂഷൻ നടക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ബാറ്റ ഇന്ത്യ ബുള്ളിഷ് റാലി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പ്രോഫിറ്റ് എന്താ പറയുക 1:1 ഒക്കെ എത്തുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് ഏകദേശം ഈ സോൺ ഒരു 1450 ആ റേഞ്ചൊക്കെ എത്തുമ്പോൾ നമുക്കൊരു 50 to 60% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കിയുള്ള പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റി നമ്മൾ റാലി കണ്ടിന്യൂ ചെയ്യുന്നതാവും നല്ലത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പിന്നെ ഒരു ഹാവൽസ് ഞങ്ങൾ അതുപോലെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും പ്രോഫിറ്റ്സ് റണ്ണിങ് ആണ്, ഒന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇന്ന് ഒരു 2-3 സ്റ്റോക്ക് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനുണ്ട്. ഒപ്പം ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ആക്ച്വലി ഒരു സൈഡ്വേസ് മാർക്കറ്റ് പോലെ ഒരു ഔട്ട് പെർഫോമൻസ് ആണ്, ഒരു പ്രോപ്പർ പെർഫോമൻസ് ഇല്ല. മെനഞ്ഞാന്ന് ഒരു ബുള്ളിഷ് ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം മാർക്കറ്റ് പിന്നെ അതേ സോണിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സപ്ലൈ ബ്രേക്ക് ആയി കൺഫർമേഷൻ തന്നാൽ നമുക്ക് അവിടുന്ന് ഒരു പ്രോപ്പർ എൻട്രി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് ആക്ച്വലി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി താഴേക്കാണ് മാർക്കറ്റ് വന്നത്. സോ സപ്ലൈ ബ്രേക്ക് ആയെന്ന് ചോദിച്ചാൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് എന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് ഒന്ന് കറക്ഷൻ തന്ന് മാർക്കറ്റ് റിവേഴ്സിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രോപ്പർ കറക്ഷനും തന്നിട്ടില്ല. ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് 2-3 ദിവസം കൊണ്ട് നിൽക്കുന്നത്. സോ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർ എൻട്രി എന്ന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന റെസിസ്റ്റൻസ് സോൺ 52,578 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ആകുമ്പോൾ ഒരു ബുള്ളിഷ് റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കറക്ഷന് വേണ്ടി മാർക്കറ്റ് വന്ന് കറക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ ഒരു ബുള്ളിഷ് മൊമെന്റം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലാണെങ്കിലും ഈ പറയുന്ന സപ്ലൈ ഹോൾഡിംഗ് തന്നെയാണ്. പ്രോപ്പർ സപ്ലൈയിൽ മാർക്കറ്റ് വന്നു റിയാക്ട് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ എത്തിയിട്ടില്ല, മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു താഴേക്ക് ഒരു റിയാക്ഷൻ കറക്ഷൻ തന്ന് പിന്നീട് വീണ്ടും മാർക്കറ്റ് പോകാനും സാധ്യതയുണ്ട്. സോ ഫ്യൂച്ചേഴ്സും മാർക്കറ്റ് ഇൻഡെക്സും ഓൾമോസ്റ്റ് കോറിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കൺഫർമേഷൻ എടുത്തിട്ട് ഒരു ട്രേഡിലേക്ക് പോകുന്നതാവും സേഫ്. പിന്നെ ബാക്കിയുള്ള ബാങ്കുകളെ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്ക് നമ്മുടെ ആ പറയുന്ന ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഒന്ന് താഴേക്ക് റിവേഴ്സൽ തന്ന് പിറ്റേ ദിവസം കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഒരു ബുള്ളിഷ് റാലി കാണിച്ചു. സോ ഇന്ന് ബുള്ളിഷ് റാലി ഉണ്ടായിരുന്നു, മുകളിലേക്ക് മാർക്കറ്റ് ഒരു അഗ്രസീവ്നെസ് കാണിച്ചു. പക്ഷെ ആ ഒരു അഗ്രസീവ്നെസ്സിൽ മാർക്കറ്റ് ബാങ്കിലും ഒരു മൊമെന്റം തന്നെങ്കിലും അത് പിന്നീട് താഴേക്ക് വീണ്ടും വരികയാണ് ചെയ്തത്. സോ നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ ബാങ്കുകളും നമുക്കൊരു സപ്പോർട്ടിങ് ഉണ്ടാവണം. ഒപ്പം നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൺഫർമേഷൻ തന്ന് ചിലപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി അതിനെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടാവും പിന്നെ മാർക്കറ്റ് റാലി കണ്ടിന്യൂ ചെയ്യാം. സോ അങ്ങനെയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് ക്ഷമയോടുകൂടി നിന്ന് വേണം നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട്. ICICI ബാങ്ക് എടുക്കുകയാണെങ്കിൽ ICICI ബാങ്ക് ആക്ച്വലി ഈ പറയുന്ന പോലെ ആ ബാങ്കിന്റെ സെയിം സിസ്റ്റത്തിലായിരുന്നു, സെയിം റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നിഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ ഈ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു സപ്ലൈ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഉണ്ട്. സോ ഈ ഒരു സപ്ലൈ എന്ന് പറയുന്നത് 24,429 മുകളിലുള്ള ആ ഒരു റേഞ്ച് സോൺ. സോ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സിൽ വരും എന്ന എക്സ്പെക്ടേഷനിലാണ് ഞാനുള്ളത്. ഞാൻ വിചാരിച്ചത് ഇന്ന് അങ്ങോട്ടേക്ക് എത്തുമെന്നും അവിടെ നിന്ന് ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിയില്ല. മാർക്കറ്റ് വീണ്ടും നിഫ്റ്റിയുടെ കേസിലാണെങ്കിലും ഈ പറയുന്ന 24,300-നും 24,000-നും ഇടയിലുള്ള ഒരു 300 പോയിന്റ് അകത്ത് തന്നെയാണ് 2 ദിവസം കൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. സോ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസിൽ ബെറ്റർ കൈവയ്ക്കാതിരിക്കുക. എപ്പോഴും DK ഉണ്ടാവും, നമ്മുടെ എക്സ്പയറിയോട് അടുക്കും തോറും നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കും. അതിനേക്കാളും നല്ലത് നമുക്ക് പ്രോപ്പർ ഒരു വ്യൂ കിട്ടി നമ്മുടെ ഒരു പ്രോപ്പർ എൻട്രി പ്ലാൻ വർക്ക്ഔട്ട് ആവുന്ന സമയത്ത് മാത്രം ട്രേഡ് ചെയ്യുക, സേഫ് അതാണ്. സോ ഇനി അടുത്ത് പറയാനുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ പെർഫോമൻസ് സാധ്യതയുള്ള 1-2 സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ സ്റ്റോക്കാണ് PNC ഇൻഫ്ര എന്ന് പറയുന്ന സ്റ്റോക്ക്. PNC ഇൻഫ്രയുടെ ഫണ്ടമെന്റൽസ് നോക്കിക്കഴിഞ്ഞാൽ
അത്യാവശ്യം സ്റ്റോക്ക് പി നല്ല റേഞ്ചിലുണ്ട്. കറന്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും ബുക്ക് വാല്യൂവും അത്യാവശ്യം ഒരു എന്താ പറയുക ഫെയർ വാല്യൂ തന്നെയാണുള്ളത്. ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ROEയും നല്ല പെർഫോമൻസ് തന്നിട്ടുണ്ട്. ക്വാർട്ടർലി കഴിഞ്ഞ സെയിൽസും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. FI ഹോൾഡിംഗ്സും DI ഹോൾഡിംഗ്സും ഉണ്ട്. പക്ഷേ FI ഹോൾഡിംഗ്സും DI ഹോൾഡിംഗ്സും കഴിഞ്ഞ സെപ്റ്റംബറിലെ റിസൾട്ടിൽ കുറച്ച് സെൽ ഓഫ് നടത്തിയിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് താഴേക്ക് വന്നത്. പിന്നെ എന്താ പറയുക പൈട്രസ്ക് സ്കോർ വരുന്നത് ഏകദേശം 6 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. PG റേഷ്യോ 1 താഴെയാണ്. സോ ഒരുപാടധികം ഡെപ്റ്റ് ഡേയ്സ് 68 ഉണ്ട്. ഒരുപാടധികം എന്താ പറയുക പോസിറ്റീവ്നെസ്സും ഉണ്ട്. ഒപ്പം ഡെപ്റ്റ് ഡേയ്സ് 68 എന്ന് പറയുന്നത് കൂടുതലാണ്. സോ അങ്ങനത്തെ ചെറിയ ചെറിയ നെഗറ്റീവ്സും ഉണ്ട്. സോ എന്താണെങ്കിലും ഇതിന്റെ ടെക്നിക്കൽ നോക്കിക്കഴിഞ്ഞാൽ PNC ഇൻഫ്ര എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ ഏകദേശം ഒരു കഴിഞ്ഞ ഒക്ടോബർ മാസം 22-ാം തീയതി തൊട്ട് ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് എൻട്രി പ്ലാൻ അല്ല, ആക്ച്വലി ഇതൊരു വലിയൊരു എന്താ പറയുക ഒരു ഇമ്പൾസീവ് ബേറിഷ് കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സൽ കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. സോ മിനിമം ഒരു 1 അവറിലെങ്കിലും, ഇപ്പൊ എന്റെ കേസിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇത് 1 അവറിലെ ലാസ്റ്റത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ തന്നു. അങ്ങനെ കൺസിഡർ ചെയ്താൽ ഇതിപ്പോൾ ആക്ച്വലി 1 അവറിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു നമുക്ക് പറയാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു കൺഫർമേഷൻ തന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു കറക്ഷനിൽ നിൽക്കുവാണ് മാർക്കറ്റ്. ഒന്നുകിൽ ഇതൊരു ഈ ഒരു റേഞ്ച് ഒരു 304, 303 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ആവുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറണം എന്ന് താല്പര്യമുള്ളവർക്ക്, ചെറിയ SL വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് കയറണം എന്നുള്ളവർക്കും നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്റെ പേഴ്സണൽ വ്യൂവിൽ ഞാൻ ഇതൊരു എൻട്രി പ്ലാനെ പറയുന്നതല്ല, സ്റ്റഡി പർപ്പസിന് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് എല്ലാം ഒത്തുവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ട്രേഡ്സ് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്ത ഒരു സ്റ്റോക്കാണ് HUDCO, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇതിലാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ സ്റ്റോക്ക് പി വളരെ കുറവാണ്. കറന്റ് മാർക്കറ്റ് പ്രൈസും ബുക്ക് വാല്യൂയും തമ്മിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. നല്ലതല്ല. ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ROEയും ഉണ്ട്. ദെൻ ഇൻഡസ്ട്രി പി വെച്ച് നോക്കുമ്പോൾ സ്റ്റോക്ക് പി വളരെ കുറവാണ്. സോ അത് നല്ലൊരു പോയിന്റ് ആണ്. ദെൻ FI ഹോൾഡിംഗ്സും DI ഹോൾഡിംഗ്സും ഉണ്ട്. സെയിം നേരത്തെ പോലെ തന്നെ FI ഹോൾഡിംഗ്സും DI ഹോൾഡിംഗ്സും സെൽ ഓഫ് നടത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കും മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടാവുക. PEG റേഷ്യോ 1 മുകളിലുണ്ട്. ദെൻ പൈട്രോസ്കി സ്കോർ 6 ആണ്. സോ ഇങ്ങനത്തെ കുറച്ച് അധികം കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഡെപ്റ്റ് ഡേയ്സ് നമ്മൾ പ്രധാനമായിട്ടും നോക്കണം. 0.06 ആണ്. 1 താഴെയാണ് ഡെപ്റ്റ് ഡേയ്സ് ഉള്ളത്. സോ പ്രോഫിറ്റ്സ് ഉണ്ട്, സെയിൽസും ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന HUDCOയും കുഴപ്പമില്ലാത്തൊരു റേഞ്ചിൽ തന്നെയാണ് ഫണ്ടമെന്റൽസ് ഉള്ളത്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മാർക്കറ്റ് ഈ പറയുന്ന എന്താ പറയാ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ബെറ്റർ ഒരു 230 ഒക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അഗ്രസീവ്നെസ് കാണിക്കുകയാണെങ്കിൽ മുകളിലേക്ക് നമുക്ക് ഒരു ബുള്ളിഷ് മൊമെന്റം നോക്കാം. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഏകദേശം 230 മുകളിലേക്ക് വേണം ഏകദേശം ഒരു 50 പോയിന്റ്, അതായത് ഒരു 180, 190 റേഞ്ചിന് താഴേക്ക് SL വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് എന്റെ പേഴ്സണൽ വ്യൂവിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു 10 to 15% മിനിമം 20 to 25% മിനിമം മൊമെന്റം തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സോ അതും നല്ല രീതിയിൽ നമുക്ക് പ്രതീക്ഷിച്ച് ട്രേഡ് ചെയ്യാനുള്ളൊരു സ്റ്റോക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ JWL അഥവാ ജൂപ്പിറ്റർ വാഗൺസ്. ജൂപ്പിറ്റർ വാഗൺസിൽ സ്റ്റോക്ക് പി കൂടുതലാണ്. കറന്റ് മാർക്കറ്റ് പ്രൈസും ബുക്ക് വാല്യൂ തമ്മിലുള്ള വേരിയേഷൻ കൂടുതലാണ്. ROEയും നല്ല രീതിയിൽ ഉണ്ട്, നല്ലൊരു മൊമെന്റത്തിലുണ്ട്. ദെൻ അടുത്ത് പറയുകയാണെങ്കിൽ FI ഹോൾഡിംഗ്സും DI ഹോൾഡിംഗ്സും നേരത്തെ സെയിം കേസിൽ സെൽ ഓഫ് നടത്തിയിട്ടുണ്ട്. DI ഹോൾഡിംഗ്സ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, സെൽ ഓഫ് നടത്തിയത് FI ഹോൾഡിംഗ്സ് ആണ്. ദെൻ ഡെപ്റ്റ് ഡേയ്സ് ഉണ്ട്. PG റേഷ്യോ 1 താഴെയാണ്. ഗുഡ് വൺ. സോ ഇതും ആവറേജ് സ്റ്റോക്കാണ്. ഇതും അങ്ങനെ അഗ്രസീവായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുള്ളതല്ല, ആവറേജ് സ്റ്റോക്കാണ്. പക്ഷേ ഇതിന്റെ ടെക്നിക്കൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഇവിടെ നിന്നും ബുള്ളിഷായി മാർക്കറ്റ് വന്നാൽ ഒരു 1 അവറിൽ നോക്കുമ്പോൾ ആക്ച്വലി ഇത് ബുള്ളിഷായി ക്യാരക്ടർ ചേഞ്ച് തന്നു. സോ 1 അവറിൽ ഷിഫ്റ്റ് തന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു ട്രേഡ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ പ്രോപ്പർ SL വെച്ചുകൊണ്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനാണ് എന്റെ പ്ലാൻ. സോ പ്രോപ്പർ SL വെച്ചുകൊണ്ട് SL വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ലോന് താഴെ ഇതിന് താഴേക്ക് വന്നാൽ എക്സിറ്റ് ചെയ്യുക, അത് വിട്ടേക്കുക. പിന്നെ അതിനെ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന SLന് താഴെ ഏകദേശം 55 രൂപ SL വെച്ചുകൊണ്ട് 1:2 റിസ്ക് റിവാർഡ് എടുത്താൽ ഏകദേശം ഒരു 582, 84 ടാർഗറ്റ് ചെയ്യാം. 1:1 ആയാലും കുഴപ്പമില്ല, 1:1.5 ആയാലും കുഴപ്പമില്ല. 1:1.5 എന്ന് പറയുമ്പോൾ ഏകദേശം 555 രൂപയൊക്കെ ടാർഗറ്റ് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. സോ ഇവിടെ നിന്നും മാർക്കറ്റ് റിവേഴ്സൽ ആവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയിലി ടൈം ഫ്രെയിമിൽ റിവേഴ്സൽ ആവുന്നത് ഇത് ക്രോസ് ആയി കഴിഞ്ഞാൽ മാത്രം, ഈ ഒരു ഹൈ ക്രോസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ബുള്ളിഷ് റാലി ഡെയിലി ടൈം ഫ്രെയിമിൽ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന 1 അവറിൽ ഓൾറെഡി ബുള്ളിഷ് റാലി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്കതൊരു കൺസിഡറേഷനിൽ വയ്ക്കാം. ഇവിടെ ഒരു പ്രോപ്പർ സപ്ലൈ ഉള്ളതുകൊണ്ട് ഈ സോണിൽ എത്തുമ്പോൾ നമ്മൾ ടാർഗറ്റ് വയ്ക്കുന്ന 555 ആയിരിക്കാം. പക്ഷേ ഈ ഒരു സോണിൽ എത്തുമ്പോൾ മാർക്കറ്റ് റിവേഴ്സൽ ആവുകയാണെങ്കിൽ ബെറ്റർ
ഒരു 70% പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക. എഗെയിൻ മാർക്കറ്റ് റിവേഴ്സലായി ഈ റേഞ്ചിൽ വരികയാണെങ്കിൽ ആ 70% വീണ്ടും ആഡ് ചെയ്യുക. പിന്നെ മാർക്കറ്റ് ബുള്ളിഷായി ക്രോസ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഫിറ്റ്സ് നല്ല രീതിയിൽ ബുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനനുസരിച്ച് നമ്മുടെ പ്ലാൻസ് മാറ്റിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഫിക്സഡ് ആയിട്ടൊരു മൈൻഡ് സെറ്റോടുകൂടി നിൽക്കേണ്ട. ചില സമയങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് മാറേണ്ട സേഫസ്റ്റ് സോണുകൾ ഉണ്ടാവും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ രീതിയിൽ നമ്മൾ എടുത്ത ട്രേഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, വരാൻ സാധ്യതയുള്ള ട്രേഡ്സിനെ കുറിച്ച് പറയുകയും ചെയ്തു. ദെൻ ഈ പറയുന്ന ഇൻഡെക്സുകൾ ഇനി എങ്ങനെയൊക്കെ പെർഫോമൻസ് സാധ്യത ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളെല്ലാം ഇത് എന്താ പറയുക ട്രേഡ് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത് അഗ്രസീവായിട്ട് ട്രേഡ് നോക്കണമെന്നോ ഞാൻ പറയുന്നില്ല. എല്ലാവരും ഇത് പഠിക്കുക, മനസ്സിലാക്കുക, പഠിച്ച് മുന്നേറുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.